ഇനി മുതൽ ശത്രുക്കളല്ല മിത്രങ്ങൾ. ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ സുപ്രധാന പ്രഖ്യാപനവുമായി ചൈന. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് തിങ്കളാഴ്ച ബീജിംഗ് ഒരു സുപ്രധാന പ്രസ്താവന പുറപ്പെടുവിച്ചു. ഇരു രാജ്യങ്ങളും ശരിയായ തന്ത്രപരമായ സമീപനം പാലിക്കണമെന്നാണ് അതിൽ പ്രസ്താവിച്ചത്. ഇന്ത്യയും ചൈനയും എതിരാളികളോ എതിർ ശക്തികളോ അല്ല, മറിച്ച് സഹകരണ പങ്കാളികളാണെന്നും പരസ്പരം വികസനത്തിനുള്ള അവസരങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഭീഷണികളല്ല, മറിച്ച് അവസരങ്ങളെ പ്രതിനിധീകരിക്കുന്നവരാണെന്നും ബീജിംഗ് പ്രസ്താവിച്ചു. ഇന്ത്യയും ചൈനയുമായുള്ള റഷ്യയുടെ ശക്തമായ ബന്ധത്തെ ഉദ്ധരിക്കുകയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഭാഷണത്തെയും സഹകരണത്തെയും പ്രശംസിക്കുകയും ചെയ്ത റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ സമീപകാല പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ചൈനയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. ഈ പരാമർശങ്ങളെക്കുറിച്ച് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ലിൻ ജിയാനോട് ബീജിംഗിൽ ചോദ്യം ചെയ്യപ്പെട്ടു. ഇന്ത്യയും ചൈനയും സഹകരണ പങ്കാളികളെന്ന് വിശേഷിപ്പിച്ച ലിൻ ജിയാങ് ബന്ധത്തിന് ദീർഘകാലവും തന്ത്രപരവുമായ സമീപനം വേണമെന്നാണ് വാദിച്ചിരിക്കുന്നത്. ചൈന ഇന്ത്യ അതിർത്തിയിലെ നിലവിലെ സ്ഥിതി പൊതുവെ സുസ്ഥിരമാണെന്ന് അദ്ദേഹം പ്രസ്താവിക്കുകയും ചെയ്തു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആശയവിനിമയ മാർഗങ്ങൾ സുഗമമായി പ്രവർത്തിക്കുന്നുണ്ട്. ഇരു രാജ്യങ്ങളും എതിരാളികളല്ല. ചൈനയും ഇന്ത്യയും സഹകരണ പങ്കാളികളായി മുന്നോട്ട് പോകണമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഇരു രാജ്യങ്ങളും പരസ്പരം വികസനത്തെ ഒരു ഭീഷണിയായി കാണരുത്, അവസരമായി കാണണം. ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സുസ്ഥിരവും പോസിറ്റീവുമായ ബന്ധം ഇരു രാജ്യങ്ങൾക്കും മാത്രമല്ല മുഴുവൻ മേഖലയ്ക്കും പ്രധാനമാണെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഇരുപക്ഷവും തങ്ങളുടെ ബന്ധങ്ങളെ തന്ത്രപരമായും ദീർഘകാല വീക്ഷണകോണിലും കാണേണ്ടതുണ്ടെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് വ്യക്തമാക്കി. പരസ്പര വിശ്വാസം ശക്തിപ്പെടുത്തുക, സഹകരണം വികസിപ്പിക്കുക, വ്യത്യാസങ്ങൾ ശരിയായി കൈകാര്യം ചെയ്യുക എന്നിവയാണ് കാലഘട്ടത്തിന്റെ ആവശ്യമെന്നും അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ചെയ്യുന്നതിലൂടെ ചൈനയ്ക്കും ഇന്ത്യക്കും അവരുടെ ബന്ധങ്ങളുടെ ആരോഗ്യകരവും സുസ്ഥിരവുമായ വികസനം പ്രോത്സാഹിപ്പിക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള അടുത്ത പങ്കാളിത്തത്തെക്കുറിച്ച് ഇന്ത്യ പതിവായി ഉന്നയിക്കുന്ന ആശങ്കകൾക്കും ബീജിംഗ് മറുപടി നൽകി. ഇന്ത്യയുമായും പാകിസ്ഥാനുമായും സംഭാഷണം നിലനിർത്തുന്നതിനെ ചൈന പിന്തുണയ്ക്കുന്നുവെന്നാണ് അദ്ദേഹം പ്രസ്താവിച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ചർച്ചയിലൂടെയും കൂടിയാലോചനയിലൂടെയും പരിഹരിക്കാൻ ബീജിംഗ് പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും ലിൻ ജിയാൻ പറഞ്ഞു. മേഖലയിൽ സമാധാനം, സ്ഥിരത, സന്തുലിതാവസ്ഥ എന്നിവ നിലനിർത്തുന്നതിൽ ക്രിയാത്മകമായ പങ്ക് വഹിക്കാൻ ചൈന തയ്യാറാണ്. ഇന്ത്യ, ചൈന, റഷ്യ എന്നിവ തമ്മിലുള്ള ത്രികോണ ബന്ധത്തെക്കുറിച്ച് ചൈന പോസിറ്റീവ് വികാരങ്ങളും പ്രകടിപ്പിച്ചു. മൂന്ന് രാജ്യങ്ങളും വളർന്നു വരുന്ന സമ്പദ് വ്യവസ്ഥകളാണെന്നും അവ തമ്മിലുള്ള നല്ല ബന്ധം സ്വന്തം ദേശീയ താൽപര്യങ്ങൾക്ക് മാത്രമല്ല ആഗോള സമാധാനത്തിനും സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും ഗുണകരമാണെന്നും അദ്ദേഹം പറഞ്ഞു. റഷ്യയുമായും ഇന്ത്യയുമായും സംഭാഷണം നിലനിർത്താനും ത്രികക്ഷി സഹകരണം മുന്നോട്ട് കൊണ്ടുപോകാനും ചൈന എപ്പോഴും തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം അങ്ങേയറ്റം സെൻസിറ്റീവും ബഹുമുഖവുമാണെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വിശേഷിപ്പിച്ചത് ശ്രദ്ധേയമാണ്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം സൂക്ഷ്മവും ബഹുതലങ്ങളുള്ളതുമാണെന്നും അതിൽ പുറത്തു നിന്നുള്ളവരുടെ ഇടപെടൽ അനുചിതമാണെന്നും അദ്ദേഹം പ്രസ്താവിച്ചു. റഷ്യ തങ്ങളുടെ രണ്ട് സൗഹൃദ രാജ്യങ്ങളുമായും നിരന്തരം സംഭാഷണം നടത്തുന്നുണ്ടെന്നും പ്രസ്താവിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെയും റഷ്യൻ പ്രസിഡന്റ് പ്രശംസിക്കുകയും ചെയ്തു. അതിർത്തി തർക്കം പോലുള്ള സെൻസിറ്റീവ് വിഷയങ്ങൾ ഉൾപ്പെടെ പരസ്പര താൽപര്യമുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഇരു നേതാക്കളും ശ്രമിക്കുന്നുണ്ടെന്നും വ്യക്തമാക്കി. ഇന്ത്യയുമായും ചൈനയുമായും റഷ്യയുടെ ബന്ധത്തിന് പതിറ്റാണ്ടുകൾ പഴക്കമുണ്ട്. ഇരു ബന്ധങ്ങളും അവരുടേതായ രീതിയിൽ വികസിച്ചിട്ടുമുണ്ടെന്നും വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.